കേരളം മുഴുവനും സാന്ത്വന പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള സംഘങ്ങളെ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളെ സഹോദര സംഘടനകളായിട്ട് അല്ലെങ്കിൽ പാർട്ണർ ഓർഗനൈസേഷനായിട്ട് അവരെ ക്ഷണിച്ചുകൊണ്ട് അവരൊപ്പം നിർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോക ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ആൽഫ പാലിയേറ്റീവ് കെയർ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന വാക്കത്തോണാണ് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. കൂടി കേരളത്തെ ഒരു സാന്ത്വന കേരളം ആക്കി മാറ്റുക. കേരളത്തിലെ യുവാക്കളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ, പാലിയേറ്റീവ് കെയറിൻ്റെ ലെവൽ 1 ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഓരോ ലിങ്ക് സെൻറ്ററിൻ്റെയും നമ്മളിപ്പോഴുള്ള 26 ലിങ്ക് സെൻറ്ററിൻ്റെ ഓരോന്നിൻ്റെയും കീഴിൽ 1000 പേരെ വീതം ട്രെയിനിങ് കൊടുക്കുക. പാലിയേറ്റീവ് കെയർ ലെവൽ 1 ട്രെയിനിങ് കിട്ടിയവരേക്ക് മാറ്റുക. അങ്ങനെ ആ 1000 പേരെ ഓരോ ലിങ്ക് സെൻറ്ററിലും നമ്മൾ 30 മണിക്കൂറിൻ്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ലെവൽ 1 ട്രെയിനിങ്ങിന് സർട്ടിഫിക്കറ്റ് നൽകുക. എന്നിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ അവധി ദിവസങ്ങളിൽ ഇവരെ ഹോം കെയറിന് വേണ്ടിയും മറ്റേ കൊണ്ടുപോവുക. ലെവൽ 1 ട്രെയിനിങ്ങിൽ കൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ആ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളുടെ സേവനം പാലിയേറ്റീവ് കെയർ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വളരെ സഹായകരമായി തീരും. അതേപോലെ തന്നെ സന്ദർശിക്കുന്ന വീടുകളിലുള്ള കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗം വന്ന ആളുകൾക്ക് വളരെയധികം ഉന്മേഷം നൽകുന്നതായിരിക്കും. ആ ആളുകൾക്ക് നമ്മളൊരു പഠിപ്പിക്കുന്നത് ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഒരാളെ കേൾക്കുന്നത് എങ്ങനെയാണ്, ഒരാളുടെ BP നോക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫീഡ് ചെയ്യുന്നത് ശ്വാസതടസ്സമില്ലാത്ത രീതിയിൽ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്, കിടക്ക വിരിക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുമ്പോൾ ഒരു കമ്പേഷനേറ്റാക്കി മാറുന്നു. അങ്ങനെ കമ്പേഷനേറ്റ് ആയിട്ടുള്ള ഈ ആളുകളെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഈ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പേഷനേറ്റ് കേരളം, ഒരു കേരളം മുഴുവൻ ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് 2030 ആകുമ്പോഴേക്കും ആൽഫയുടെ തന്നെ ഒരു 100-ലേറെ കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്നാണ്, എല്ലാ ജില്ലകളിലുമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൽഫയുടെ ഹോസ്പീസുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കാരുണ്യ വിപ്ലവം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെ സഹായം വേണം, എല്ലാവരുടെ സഹകരണം വേണം. നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഉള്ളവൻ ഇല്ലാത്തവൻ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള വിവേചനങ്ങൾക്ക് ഒന്നിനും അടിമപ്പെടാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി. വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച പ്രസ്ഥാനം ഇന്ന് കേരളത്തില് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ 9 ജില്ലകളിലെ 26 സെന്ററിൽ കൂടി 50,000-ന് മുകളിൽ രോഗി പരിചരണ രംഗത്ത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കിടപ്പിലായ മനുഷ്യന്മാർക്ക് വീട്ടിൽ ചെന്ന് കൊടുക്കുന്ന പരിചരണം നിങ്ങൾ പെട്ടെന്ന് കേൾക്കും. പക്ഷേ ആൽഫയുടെ ഒരു മുദ്രാവാക്യം കിടപ്പിലായ മനുഷ്യന്മാർക്ക് വീട്ടിൽ ചെന്ന് കൊടുക്കുന്ന പരിചരണം മാത്രമല്ല പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ ഒരു ഫുൾ പാക്കേജ് ആണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലാണ് പാലിയേറ്റീവ് കെയർ. ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമല്ല, സത്യമാകാൻ പോകുന്നൊരു കാര്യം. ഈ ഒരു വർഷക്കാലം കൊണ്ട് 1,00,000 സന്നദ്ധ പ്രവർത്തകരെ, 1,00,000 ചെറുപ്പക്കാരെയും വിദ്യാർത്ഥി സമൂഹത്തിൽപ്പെട്ട നല്ല മനസ്സുള്ള മിടുക്കനും മിടുക്കികളുമായിട്ടുള്ള 1,00,000 പേരെ സാന്ത്വന പരിചരണ രംഗത്തേക്ക് വ്യക്തമായ മെസ്സേജോടുകൂടി
രാഷ്ട്രീയമോ മതമോ വർണ്ണമോ വർഗമോ ഒരു ചേഞ്ചും ഇല്ലാതെ ഒന്നും നോക്കാതെ വേദനിക്കുന്നവന്റെ വേദന മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പരിഹാരം കാണാൻ പറ്റുന്ന 1,00,000 കർമ്മഭടന്മാരെ, സാന്ത്വന സേനാ പ്രവർത്തകരെ കണ്ടെത്താൻ വേണ്ടി പോവുക. അതിനുള്ള തുടക്കമാണ് നമ്മൾ ഇന്ന് ഈ വലിയ സ്ഥാപനത്തിൽ നടത്തുന്നത്. ആമുഖ പ്രഭാഷണത്തിനായി ശ്രീ മനോജ് എസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പാലിയം ഇന്ത്യ, ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ സാധാരണ വാക്കത്തോൺ അല്ലെങ്കിൽ ഒരു ഓട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്ന് കൂടും. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല എന്ന് ഒരു പ്രതിജ്ഞയോടെ തന്നെ നൂറുദ്ദീൻ സാർ അവരെ പറഞ്ഞു. വേദനിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം അവരുടെ അവകാശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനം എൻ്റെ കടമ നിർവഹണം മാത്രമാണെന്നും അതിന് യാതൊരുവിധ പ്രതിഫലമോ പ്രത്യുപകാരമോ പ്രതീക്ഷിക്കുകയില്ല എന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മെയിനായിട്ട് പാലിയം ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നാഷണൽ ലെവലിൽ പാലിയേറ്റീവ് കെയർ ലെവലിലേക്ക് എത്തിക്കുക. നമ്മുടെ ടാഗ്ലൈൻ തന്നെ അത് തന്നെയാണ്, സ്റ്റോപ്പ് നീഡ്ലെസ് സഫറിങ്. ആവശ്യമില്ലാത്ത ഒരു സഫറിങ് അതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ ശ്രീ സുരേഷ് ശ്രീധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, എല്ലാവർക്കും നമുക്കൊരു ജീവിത അവസാന കാലമുണ്ട്. അത് പല ആളുകൾക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുമ്പോഴെന്താണ്, നമ്മൾക്കൊരു വാർദ്ധക്യമുണ്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ വാർദ്ധക്യവും ജീവിത അന്ത്യവുമായിട്ടുള്ള കുറേ കാലം നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനപ്പുറത്ത് ചില ആളുകൾക്ക് നമ്മൾ ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒരു 4th സ്റ്റേജിലൊക്കെ എത്തിയ സമയത്ത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇനിയൊന്നും ചികിത്സിക്കാൻ ഉള്ളൊരു സാധ്യത ഇല്ലാത്ത ഘട്ടത്തിലെത്തുന്ന ആളുകൾ, ഒരു സ്ട്രോക്ക് വന്ന ഒരു ദിവസം വളരെ ഇന്നലെ വരെ ആക്റ്റീവായിട്ട് നടന്ന് ജോലിയൊക്കെ ചെയ്ത് സ്വന്തം കുടുംബത്തിനെ നയിച്ചിരുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന ആളായിട്ട് മാറുക. അവരുടെ പ്രായം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 20 വയസ്സുള്ള ആളുകൾ നമ്മുടെ സെന്ററിൽ വരുന്നുണ്ട്. അവർക്ക് ഫിസിയോതെറാപ്പി സൗകര്യം ആൽഫ ഒരുക്കുന്നുണ്ട്. 20 വയസ്സ് മുതലുള്ള ആളുകൾ സ്ട്രോക്ക് വന്ന ആളുകളാണ്. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത്തരം സ്ട്രോക്കൊക്കെ വരുന്ന ഏതോ ഒരു വളരെ ജീവിതത്തിന്റെ അവസാന കാലത്താണെന്നൊക്കെയാണ്. എൻ്റെ ഭാര്യ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. ആ സ്കൂളിലൊരു അധ്യാപിക അവർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്, പ്രഗ്നൻസി സമയം ഒരു പകുതി പൂർത്തിയായിരിക്കുന്ന സമയത്താണ് സ്ട്രോക്ക് വന്ന ഒരു ഭാഗം തളർന്നു പോയി. സംസാരശേഷി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വീണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു വില്ലനായിട്ട് നമ്മളെ പല രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ, ആക്സിഡൻസ്, നമുക്കറിയാം. നിങ്ങൾ ദിനം പ്രതി നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നു നിരവധി ആളുകൾ മരിക്കുന്നു എന്നുള്ളത് ആക്സിഡന്റുകളിൽ. പക്ഷെ നമ്മളൊരു പക്ഷെ കേൾക്കാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ പോകുന്ന കാര്യം, ആക്സിഡന്റുകളിൽ പെട്ട് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് അരയ്ക്ക് കീഴ്പോട്ടും കഴുത്തിന് കീഴ്പോട്ടും ഒക്കെ തളർന്നു കിടക്കുന്ന ആയിരക്കണക്കിനായുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മുടെ വീടിന്റെ ചുറ്റുമുണ്ട്. പലപ്പോഴും അവരൊന്നും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ പാലിയേറ്റീവ് കെയർ ഒരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ വേദനകളെ അതേ രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ പലതരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതത്തിൽ. ആ സാഹചര്യങ്ങളിൽ കരുണയുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹം ആവശ്യമുള്ള ഒരാൾക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴാണ് സിമ്പതിക്ക് പകരം എമ്പതി ഉണ്ടാകുന്നത്. എമ്പതിയാണ് പാലിയേറ്റീവ് കെയറിന്റെ ബേസ് ആയിട്ടുള്ള ഭാവം. അതാണ്. അപ്പൊ എമ്പതി ഉള്ളൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൽഫ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാലിയേറ്റീവ് കെയറിൽ നിങ്ങളുടെ അടുത്ത് വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, വാർദ്ധക്യ സംബന്ധമായി കിടപ്പിലായ ഒരാളുണ്ടെങ്കിൽ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളായിട്ട് വേദനയോട് മല്ലിട്ട് കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ, സ്ട്രോക്ക് വന്ന ഒരു ശരീരം തളർന്നു പോയ ഒരാളുണ്ടെങ്കിൽ, ആ ആൾക്ക് സഹായമായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ബാധ്യത, അല്ലെങ്കിൽ അത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അടുത്തതായി ഉദ്ഘാടനത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ KM നൂറുദ്ദീൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രോഗം, മരണം, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിച്ചിരിക്കുന്നതിന് തെളിവാണ് രോഗം ഉണ്ടാവുന്നത്. ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ രോഗം ഉണ്ടാവില്ലല്ലോ.
രോഗം വരുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തിൽ നിന്ന് നമുക്ക് ആർക്കും ഒളിച്ചോടാനുള്ള വഴി ഇന്ന് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാത്രം കണക്കാക്കിയാൽ മതി. പ്രധാനപ്പെട്ട കാര്യം വേദനയും വിഷമവും ഇല്ലാതെ സുഖമായും സന്തോഷമായും സമാധാനമായും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. 1967 ലണ്ടൻ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തെ സെയിൻറ്റ് ക്രിസ്റ്റോഫേഴ്സ് ഹോസ്പീസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഹോസ്പീസിന് രൂപകൽപ്പന നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, രോഗം ബാധിച്ച ആളുകളെയാണ് അന്ന് വരെ ഡോക്ടർമാർ ചികിത്സിക്കാറ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആശുപത്രികളിലെ ഡോക്ടർമാർ. പക്ഷെ മാറാത്ത വിധം രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ആശുപത്രി വന്ന് പോയിരുന്നതോടുകൂടി അദ്ദേഹത്തിന് ചികിത്സ അവസാനിക്കാൻ പാടില്ല. ഡോക്ടറെ വന്ന് കണ്ട് വീട്ടിൽ പോയതിനു ശേഷവും തുടരേണ്ട ആവശ്യമുണ്ട്, ബന്ധം തുടരേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ രോഗം ബാധിച്ച വ്യക്തിയെ പോലെ തന്നെ പ്രധാനമാണ് ആ കുടുംബം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക പാലിയേറ്റീവ് കെയർ രൂപകൽപ്പന ചെയ്ത് സെയിൻറ്റ് ക്രിസ്റ്റോഫേഴ്സ് ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അവർ പറഞ്ഞ 1-2 വാചകങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. പാലിയേറ്റീവ് കെയർ ക്ലാസ്സിന് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല എന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അവർ പറഞ്ഞ വാക്കുകളാണ് എന്നെയും സുരേഷിനെയും മനോജിനെയും രേവതിയും എല്ലാം ഇതിലേക്ക് പിടിച്ചെടുക്കുന്നത്. അവർ പറഞ്ഞു, യു മാറ്റർ ബിക്കോസ് യു ആർ യു. നിങ്ങൾ പ്രധാനമാണ്, കാരണം നിങ്ങൾ നിങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ് മറ്റൊരു വ്യക്തി. ഒരേപോലെയുള്ള വേറൊരാൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. ഓരോരുത്തരും വ്യക്തിത്വം വ്യത്യസ്തമാണ്. അതനുസരിച്ച് യു ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ആർ യു. നിങ്ങൾ പ്രധാനമാണ്, യു മാറ്റർ ബിക്കോസ് യു ആർ യു. പിന്നെ പറഞ്ഞത്, യു മാറ്റർ ടു ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. ഇപ്പം മാത്രമല്ല, നിങ്ങളുടെ ജീവിതാവസാനം വരെയും നിങ്ങൾ പ്രധാനമാണ്. പിന്നെ പറഞ്ഞത്, വി എന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ നമ്മൾ വിൽ ഡു വാട്ട് എവർ വി ക്യാൻ. നമ്മൾക്ക് ചെയ്യാവുന്ന എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. നോട്ട് ഓൺലി ടു ഗിവ് യു എ പീസ്ഫുൾ ഡെത്ത്, സമാധാനത്തോടു കൂടി ഒരു സമാധാനപൂർവമായ ഒരു മരണം നൽകാൻ വേണ്ടി മാത്രമല്ല, ടു ഹെൽപ്പ് യു ലിവ് അണ്ടിൽ യു ഡൈ. ഹെൽപ്പ് യു ലിവ് അണ്ടിൽ യു ഡൈ. നിങ്ങൾ മരിക്കുന്നത് വരെ ജീവിക്കാൻ വേണ്ടി കൂടി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ICUവിൽ ഓർമ്മ നഷ്ടപ്പെട്ട് മൂക്കിൽ കൂടെ ട്യൂബിട്ട് ആഹാരം കഴിക്കുകയും കഴുത്തിൽ കൂടെ ഓട്ടോ ഒളിച്ച് ട്രക്യോസ്റ്റമി കൊടുത്തുകൊണ്ട് ശ്വാസം കഴിക്കുകയും യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ട്യൂബിട്ടുകൊണ്ട് ശ്വാസം വലിച്ചു കിടക്കുന്നത് ജീവിതമാണോ? ജീവിതമാകുന്നത് നമ്മളെപ്പോലെ രാവിലെ വീട്ടിൽ നിന്ന് പോന്നു, സ്കൂളിൽ വന്നു, സ്കൂളിൽ നിന്ന് ഇവിടേക്ക് വന്നു, ഇവിടെ നടന്നു, അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചു, ഇവിടെ ഇരുന്നു, കൂട്ടുകാരോട് കുറച്ച് കുശലം പറഞ്ഞു, തിരിച്ചു പോകുന്നു, വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അച്ഛനമ്മമാരോട് സംസാരിക്കുന്നു. ദിസ് ഇസ് ലൈഫ്. അതല്ലാതെ ഒരു ആശുപത്രിയിൽ ഏതെങ്കിലും ICUവിൽ ബോധം നഷ്ടപ്പെട്ട് ഇതേപോലെ കിടക്കുന്നു, ശ്വാസം വലിച്ച് കിടക്കുന്നതല്ലാതെ ജീവിതമാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് ഡോക്ടർ ഡെയിം സിസിലി സോണ്ടേഴ്സ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ലിവ് അണ്ടിൽ യു ഡൈ. ഒരു കാര്യമാണ് ഞാൻ പറയാം. ആൽഫയിൽ ഇന്നത്തെ ദിവസം ഒരു 12,600 പേഷ്യൻസിന് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഇന്നത്തെ ദിവസം, നാളെ മാറും, ചില ആളുകളിലുള്ള പല ആളുകൾ മരിച്ചു പോകും. ഓരോ ദിവസവും ഒരു മാസവും ഏകദേശം 400 പേര് ആൽഫയുടെ പരിചരണത്തിലുള്ള ആളുകളിൽ നിന്ന് 400 പേര്
ഓരോ മാസവും മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 400 പേര് മരിച്ചു പോകുന്നതിൽ ശരാശരിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ 88% പേരും ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ്. എല്ലാവരെയും കണ്ട്, എല്ലാവരോടും യാത്ര പറഞ്ഞ്, പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട്, ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട്, ബോധത്തോടു കൂടി ഇരുന്നുകൊണ്ട്, ഓർമ്മ കെട്ട് കിടന്നുകൊണ്ടല്ല, ബോധത്തോടു കൂടി ഇരുന്നുകൊണ്ട് മിക്കവാറും അവസരങ്ങളിൽ സാധിക്കുന്നുണ്ട്. അത് പാലിയേറ്റീവ് പരിചരണം കൊണ്ട് മാത്രമേ സാധിക്കൂ. പല വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. റിക്വസ്റ്റ് ആരുഷ് ക്ലബ്ബ് അവിടെ ഉണ്ടാക്കണം എന്നാണ്. ആരുഷ് ക്ലബ്ബ് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ പറയുന്നത് അവിടെ ലെവൽ 1 പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് അവർ നേടണമെന്നാണ്. ലെവൽ 1 ട്രെയിനിങ്, ഒരു BP നോക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരു ഷുഗർ ലെവൽ നോക്കാൻ വേണ്ടി, ഒരു ഷുഗർ ലെവൽ കൂടുതലാണോ കുറവാണെന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റ് നൽകുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരാളെ ശ്വാസതടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ഫീഡ് ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് സംസാരിക്കുക, ഒരു ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് ചെയ്യുക, തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആരുഷ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആദ്യ കിരണം, സംസ്കൃതത്തിൽ എൻ്റെ അർത്ഥം അതാണ്. ക്ലബ്ബുകൾ ഉണ്ടാകണം. ആ ക്ലബ്ബുകളിൽ കൂടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കാരുണ്യ തിരുവനന്തപുരം, കമ്പാഷനേറ്റ് ട്രിവാൻഡ്രം, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കമ്പാഷനേറ്റ് യൂത്ത് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ വേണ്ടി പാലിയമെൻ്റെയും ഹെൽപ്പിംഗ് ഹാൻഡ് ഓർഗനൈസേഷനും മറ്റ് ആരൊക്കെയാണ് കൈകോർക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും ചേർത്തുകൊണ്ട് നമുക്കൊരു കമ്പാഷനേറ്റ് ട്രിവാൻഡ്രത്തിന് വേണ്ടി, കമ്പാഷനേറ്റ് കേരളയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ് ഞാൻ പാലിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ കൂടെ മെഡിക്കൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്താണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ 13 വർഷമായിട്ടാണ് തിരുവനന്തപുരത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത്. കൂടുതലും ഇൻ്റലക്ച്വലി ചാലഞ്ചസ് ഉള്ള കുട്ടികളെന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എംപ്ലോയബിലിറ്റി, അവരുടെ വൊക്കേഷണൽ ട്രെയിനിങ്, അവരുടെ വീട്ടിൽ തന്നെ എൽഡർലി കെയർ, പുതിയതായിട്ട് പാലിയേറ്റീവ് സംരംഭം തുടങ്ങാനായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത്രയും കാലത്തും മേജറായിട്ട് നമ്മൾ ഫേസ് ചെയ്തു വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം എല്ലാം കൊണ്ടും ഇതൊരു ഷെയർഡ് പർപ്പസാണ്. ഇത്രയും ഓർഗനൈസേഷൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികളിലേക്ക് ബോധവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളൊരു കർത്തവ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നിൽക്കുന്നത്. അതിന് ഇതൊരു ഇനോഗ്രേഷനായിട്ട് കാണുന്നു. ഈ ഒരു വാക്കത്തോൺ ട്രിവാൻഡ്രത്ത് നടന്ന ഇനോഗ്രേഷനായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. എല്ലാവർക്കും ഇതിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ആശംസ പറയുന്നതിനായി ആൽഫ പാലിയേറ്റീവ് കെയർ നെടുമങ്ങാട് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഏകദേശ ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ലിങ്ക് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 360ഓളം പേഷ്യൻറ്റിന്, അതായത് കിടപ്പ് രോഗികളായിട്ടുള്ളതും ന്യൂറോ പേഷ്യൻ്റ് ആയിട്ടുള്ളതും ഫിസിയോ ആവശ്യമുള്ളതായിട്ടുള്ള കുറേ ആൾക്കാർക്ക് 360ഓളം പേഷ്യൻറ്റിന് നമുക്കിപ്പോൾ ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിന് ഞങ്ങളോടൊപ്പം നന്നായിട്ട് സഹകരിച്ച് പോകുന്ന ഡോക്ടേഴ്സ്, നഴ്സ്, വോളണ്ടിയേഴ്സ്, ഇവർക്കെല്ലാവർക്കും ഞാൻ ഇതിനോടൊപ്പം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനായിട്ട് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഈ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ ശ്രീ നൂറുദ്ദീൻ സാർ അവർക്കാണ്. അദ്ദേഹത്തിന് ഒരുപാട് നാളുള്ള ദീർഘായുസ്സും പരിപൂർണ ആരോഗ്യവും ഈശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരിലും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും
ഈ ചെറിയ മനസ്സിലെ നിങ്ങൾ ശ്രമിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും ആൽഫ നെടുമങ്ങാട് ലിങ്ക് സെൻ്ററിൻ്റെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആശംസ പറയുന്നതിനായി ആൽഫ പാലിയേറ്റീവ് കെയർ വളണ്ടിയർ ലഫ്റ്റനന്റ് കേണൽ ലീലാമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനൊരു ഇന്ത്യൻ ആർമിയിൽ 33 വർഷം ഞാൻ സർവീസ് ചെയ്ത് വന്നിട്ട് അവിടെയൊന്നും പാലിയേറ്റീവ് കെയർ ഇല്ല. ജസ്റ്റ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി, ഹോസ്പിറ്റൽ പേഷ്യൻസിനെ നോക്കുന്നു, അവർ പോകുന്നു, അടുത്ത പേഷ്യൻസ് വരുന്നു. പക്ഷേ ഞാൻ റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ണി സാറും അശോകൻ സാറും എൻ്റെ വീട്ടിൽ വന്നിട്ട് മാഡം ഇങ്ങനൊരു പദവി ഉണ്ട് പാലിയേറ്റീവ് കെയർ സെൻറ്റർ. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ പോയി കണ്ടതിന് ശേഷം എനിക്ക് ഇനിയും എൻ്റെ ഇനി എത്ര നാൾ ജീവിക്കാൻ പറ്റുമോ അത്രയും നാൾ എനിക്ക് ഈ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ എനിക്ക് ഒന്ന് ജോലി ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളും അതുപോലെ ആയിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ എല്ലാം സാർമാരെല്ലാവരും പറഞ്ഞു എല്ലാം തന്നെ പാലിയേറ്റീവ് കെയർ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സമയം വേസ്റ്റ് ആക്കുന്ന സമയത്ത്, അതായത് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് എന്താണ് പാലിയേറ്റീവ് കെയർ അതൊന്ന് വായിച്ചു നോക്കുക. ഒരു ദിവസം ഒരു 5 മിനിറ്റ് മതി. മനസ്സിലായി? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നെ ഇവിടെ ഇതിനെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോടും സാറിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതായി നന്ദി പറയുന്നതിനായി ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജിത ശൈലജിനെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളെ കാണുമ്പോൾ പണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തിരുന്ന ഒരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിരുന്നത് ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊന്നും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിന്ന്, അതായത് ഒരുപാട് എക്സ്പീരിയൻസ്. എനിക്ക് പാലിയേറ്റീവ് കെയറിൽ വളരെ ചുരുങ്ങിയ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ വിലയേറിയ വാക്കുകൾ കേൾക്കാൻ പറ്റി എന്നുള്ളതിൽ നിങ്ങൾ എല്ലാവരും ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. എന്നെക്കാളും എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് മാത്രമാണ് പാലിയേറ്റീവ് കെയറിലേക്ക് വന്നത്. ഒരാൾ വേറൊരാളെ സഹായിക്കുന്നതിന് ചാരിറ്റി എന്ന് നമ്മൾ വിളിക്കരുത്. നമ്മളെ കടമ നിർവഹണമാണ്. ദൈവം നമുക്ക് പല രീതിയിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. കഴിവുകളെല്ലാം നമുക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളായ സഹായം ആവശ്യമുള്ളവരായ ആളുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഓരോ നാടിലും വേദനയും വിഷമവും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ആളുകളെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് പരിചരണം എത്തിക്കേണ്ടതും അതാത് നാട്ടിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളുടെ കടമയാണ്. അതിന് ഒരു ജാതിയുടെ നിറം കൊടുക്കുക, ഒരു മതത്തിൻ്റെ നിറം കൊടുക്കുക, ഒരു കക്ഷി രാഷ്ട്രീയത്തിന് നിറം കൊടുക്കുക, ഇതെല്ലാം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള അപരിഷ്കൃതമായ ഒരു രീതിയാണ്. അത് ചെയ്യരുത്. This mission is a lifeline for those in their most vulnerable moments, powered by the kindness of donors like you. Your support can bring comfort, hope, and peace to those who need it most. Be a part of this extraordinary journey of compassion. Together, let's create a world where no one is left to suffer alone.